സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലെ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് എന്നുള്ള ഭാഗമാണ്. ഓക്കെ, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സിൽ നമുക്ക് ബേസിക്കലി രണ്ട് തിയറിയാണ് വരുന്നത്. ഒന്ന് ഐൻസ്റ്റീൻസ് തിയറിയും അതുപോലെ തന്നെ ഡിബൈ മോഡലും ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ഈ രണ്ട് തിയറി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഐൻസ്റ്റീൻസ് തിയറിയും അതുപോലെ തന്നെ ഡിബൈ തിയറിയും എന്താണ്, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്വാണ്ടം ഇഫക്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള തിയറീസ് ആണ് ഏത് ഐൻസ്റ്റീൻസ് മോഡലും അതുപോലെ ഡിബൈ മോഡലും വരുന്നത്. ഓക്കെ, സോ ഇതിനു മുമ്പ് ആദ്യം വന്നത് ക്ലാസിക്കൽ തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള ഡുലോങ് പെറ്റിറ്റ്സ് ലോ ആണ്. ഓക്കെ, സോ അതെന്താണ് നമുക്ക് ആദ്യം നോക്കാം. Dulong-Petit law. The Dulong-Petit law, proposed by Thierry Dulong and Alexis Petit in 1819, is an empirical rule that provides a simple estimation of heat capacity of solid elements. It states that the molar specific heat capacity, CV, of a solid element at high temperatures is approximately constant for many elements and can be expressed as CV is approximated to 3R. Okay, നമ്മൾ ഡുലോങ് പെറ്റിറ്റ്സ് ലോ ബേസിക്കലി വരുന്നത് ഹയർ ടെമ്പറേച്ചറിൽ സോളിഡ് പാർട്ടിക്കിൾസിന്റെ സോളിഡ് എലമെന്റ്സിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡിസ്കസ് ചെയ്യാനാണ്. ഓക്കെ, അതിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. CV ഈസ് അപ്രോക്സിമേറ്റ് ടു ബി 3R എന്ന് പറയുന്നത്. ഇതിൽ R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. Okay, CV is a molar heat capacity at constant volume, where R is the universal gas constant. അപ്പോൾ ഹയർ ടെമ്പറേച്ചറിൽ സോളിഡ് എലമെന്റ്സിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്, ക്ലാസിക്കൽ തിയറി യൂസ് ചെയ്തിട്ടുള്ളത്. അവര് തിയറി പ്രപ്പോസ് ചെയ്തു, പക്ഷെ അവർക്ക് ലോവർ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ലോവർ ടെമ്പറേച്ചറിൽ അതിന്റെ വേരിയേഷൻ എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആണ്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ലോവർ ടെമ്പറേച്ചറിൽ എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആണ്, അത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മൾ ക്ലാസിക്കൽ തിയറി എന്തിനു യൂസ് ചെയ്യുന്നു, ഹയർ ടെമ്പറേച്ചറിലുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ മാത്രമായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡുലോങ് പെറ്റിറ്റ് ലോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. നമുക്ക് സിലബസിൽ ഐൻസ്റ്റീൻസ് തിയറിയും അതുപോലെ തന്നെ ഡിബൈ മോഡലും ആണ് ഉള്ളത്. Heat capacity and energy. The law suggests that each atom in the solid contributes a fixed amount of energy, half kBT, into the internal energy of the system due to 3 degrees of freedom, x, y, z directions in which atoms can vibrate. ഇവിടെ ഓരോ ആറ്റവും ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് എനർജി ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതെന്താണ്, ഹാഫ് kBT ആണ്. ഈ KB എന്ന് പറയുന്നത് നമ്മുടെ ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ആണ്. T ഈസ് ദ ടെമ്പറേച്ചർ. ഓക്കെ, ഇന്റേണൽ എനർജി 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത്, ഹാഫ് kBT. The law is valid for many solid elements, particularly metals at high temperatures where quantum effects are negligible. ലോവർ ടെമ്പറേച്ചറിൽ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, അവിടെ ക്വാണ്ടം എഫക്ട്സ് ഉണ്ടാവുന്നു. സോ നമുക്ക് ഈ ക്ലാസിക്കൽ തിയറി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ലോവർ ടെമ്പറേച്ചറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഹയർ ടെമ്പറേച്ചറിലുള്ള സോളിഡ് എലമെന്റ്സിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡുലോങ് പെറ്റിറ്റ്സ് ലോ യൂസ് ചെയ്യുന്നത്. ഇതെന്താണ്, ഒരു ക്ലാസിക്കൽ തിയറിയാണ്. ബേസിക് ആയിട്ടൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. അടുത്തത് ഐൻസ്റ്റീൻസ് തിയറി ഓഫ് സ്പെസിഫിക് ഹീറ്റ്. ഐൻസ്റ്റീൻസ് തിയറി ആദ്യമായിട്ട് ക്വാണ്ടം ഇഫക്ട്സ് വെച്ച് എന്ത് ചെയ്യാണ്, നമ്മൾ സോളിഡ് എലമെന്റ്സിലെ ഹീറ്റ് കപ്പാസിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഐൻസ്റ്റീൻസ് തിയറി ആദ്യമായിട്ട് കേട്ടോ. The Einstein's theory of heat capacity of solid, developed in 1907, was an important step in understanding the behavior of solids at different temperature. അപ്പോൾ ഡിഫറെന്റ് ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചറിലും ഹയർ ടെമ്പറേച്ചറിലും എന്ത് ചെയ്യാണ്, നമ്മുടെ സോളിഡ്സിന്റെ ഹീറ്റ് കപ്പാസിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഐൻസ്റ്റീൻസ് തിയറി എന്ന് പറയുന്നത്. ഐൻസ്റ്റീൻസ് മോഡൽ ഇൻട്രൊഡ്യൂസസ് ക്വാണ്ടം തിയറി ഇൻ ടു ദ പ്രോബ്ലം. അപ്പൊ നമ്മളുടെ സോളിഡ് എലമെന്റ്സിന്റെ ലോവർ ടെമ്പറേച്ചറിലുള്ള ക്വാണ്ടം ഇഫക്റ്റ് ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരാണ്, ഐൻസ്റ്റീൻസ് തിയറി ആണ്. സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ദ ഡിക്രീസ് ഇൻ ഹൈ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് ലോവർ ടെമ്പറേച്ചർ.
സോളിഡ് എലമെന്റ്സിൽ ലോവർ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ സ്പെസിഫിക് ഹീറ്റിൽ ഒരു എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ഉണ്ടാവുകയാണ്. ഓക്കെ, എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ഉണ്ടാവുകയാണ്. അത് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത് ആരാണ്? ഐൻസ്റ്റീൻ ആണ്. ഐൻസ്റ്റീൻസ് തിയറിയാണ് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ ക്വാണ്ടം ഇഫക്റ്റ് അവിടെ പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ആ എക്സ്പോണൻഷ്യൽ ഡിക്രീസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. Einstein assumed that the atoms in a solid vibrate independently and harmonically with the same frequency. Each atom behave like a quantum harmonic oscillator. അതായത് ഐൻസ്റ്റീൻ എന്താണ് അസ്യൂം ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ആറ്റം ഉണ്ട് എന്ന് വിചാരിക്കുക, സീരീസ് ഓഫ് ആറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് എന്ത് ചെയ്യാണ്? ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഓക്കെ, ദേ ആർ കണക്റ്റഡ്. ഈ ഓരോ ആറ്റവും എന്ത് ചെയ്യും? ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ഹാർമോണിക് വിത്ത് ദ സെയിം ഫ്രീക്വൻസി, ഒരേ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യാണ്? സോളിഡ് വൈബ്രേറ്റ് ഇൻഡിപെൻഡന്റ്ലി. ഓരോ പാർട്ടിക്കിൾസും എന്ത് ചെയ്യാണ്? ഇൻഡിപെൻഡന്റ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാണ്. അതുപോലെ ഓരോ ആറ്റവും എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്? ഒരു ഹാർമോണിക് ഓസിലേറ്റർ, ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ടാണ് ഓരോ ആറ്റവും ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആറ്റംസ് ഉണ്ട്, ആറ്റംസിൽ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഓരോ ആറ്റവും എന്ത് ചെയ്യുന്നു? ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത് വിത്ത് ദ സെയിം ഫ്രീക്വൻസി. സെയിം ഫ്രീക്വൻസിയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു. ആൻഡ് ഓരോ ആറ്റവും, ഈച്ച് ആറ്റം ബിഹേവ് ലൈക്ക് എ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ. ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്ററെ പോലെ ഓരോ ആറ്റവും ബിഹേവ് ചെയ്യാണ്. ഓക്കെ, അടുത്തത് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി. ഐൻസ്റ്റീൻ ഡിസ്ക്രൈബ് ചെയ്തതിൽ, according to quantum theory, the energy of an oscillator is quantized and can have values En is equal to n plus half h nu. Okay, n plus half h nu ആണ് എനർജിയുടെ വാല്യൂ. അതായത് നമ്മൾ പറഞ്ഞു ഓരോ ആറ്റവും ഒരു ഹാർമോണിക് ഓസിലേറ്ററെ പോലെ ബിഹേവ് ചെയ്യാണ്. അപ്പൊ അക്കോർഡിംഗ് ടു ക്വാണ്ടം തിയറി, എനർജി ഓഫ് ദ ഓസിലേറ്റർ എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. ഓക്കെ, ഈ ഓസിലേറ്ററിന്റെ എനർജി എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണ്. അതിന്റെ വാല്യൂസ് എന്താണ്? En ഈസ് ഈക്വൽ ടു n പ്ലസ് ഹാഫ് എച്ച് ന്യൂ. എന്താണ്? En ഈസ് ഈക്വൽ ടു n പ്ലസ് ഹാഫ് എച്ച് ന്യൂ. പല എനർജി ലെവൽസ് ഉണ്ടാവും. എനർജി ലെവൽസിനനുസരിച്ചിട്ട് nth എനർജി ലെവൽസ് നമ്മൾ എന്നിന്റെ എന്ത് ചെയ്യുക? ഓരോ എനർജി ലെവലിന്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ആ വാല്യൂയിലുള്ള എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. where h is the Planck's constant and nu is the frequency of oscillation. അപ്പൊ അവിടെ h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. where nu എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ആണ്. This quantization means that at low temperature, many atoms remain in low energy state and cannot contribute to the heat capacity. ഇത്തരത്തിലൊരു ക്വാണ്ടൈസേഷൻ വരുന്ന സമയത്ത് ലോവർ ടെമ്പറേച്ചറിൽ പല ആറ്റംസും എന്ത് ചെയ്യാണ്? ലോ എനർജി സ്റ്റേറ്റിലാണ് റിമൈൻ ചെയ്യുന്നത്. ഓക്കെ, ലോവർ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാണ്? പല എനർജി ആറ്റംസും എന്ത് ചെയ്യാണ്? ലോ എനർജിയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, ലോ എനർജി സ്റ്റേറ്റിലാണ് ഉള്ളത്. സോ അതിന് എന്ത് പറ്റുന്നില്ല? ഹീറ്റ് കപ്പാസിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഓരോ ആറ്റവും എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു ഹാർമോണിക് ഓസിലേറ്ററെ പോലെ ആക്ട് ചെയ്യുന്നു. അതിന്റെ എനർജി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? En is equal to n plus half h ന്യൂയുടെ ടേംസിൽ. അതായത് എനർജി എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. സോ En is equal to n plus half h ന്യൂയുടെ ടേംസിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. ഇനി ഇതിൽ ക്വാണ്ടൈസേഷൻ, ലോവർ ടെമ്പറേച്ചറുള്ള ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് മെനി ആറ്റംസ് റിമെയിൻ ഇൻ ലോ എനർജി സ്റ്റേറ്റ്. പല ആറ്റംസ് എന്ത് ചെയ്യാണ്? ലോവർ എനർജി സ്റ്റേറ്റിലാണ് ഉള്ളത്. അതുകൊണ്ട് അതിന് എന്ത് ചെയ്യുന്നില്ല? ഹീറ്റ് കപ്പാസിറ്റിയിലേക്ക് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാനോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ ഹീറ്റ് കപ്പാസിറ്റി. ഇനി ഐൻസ്റ്റീൻസ് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഫോർമുലയുണ്ട്. ഐൻസ്റ്റീൻസ് തിയറി അനുസരിച്ചിട്ട് CV is equal to n into 3n kb into theta E divided by the
t whole square e raised to theta e by t divided by e raised to theta e by t minus 1 the whole square. Okay, നമുക്കിത് ജനറൽ ഫോർമുലയാണ്. അറ്റ് ലോവർ ടെമ്പറേച്ചറിലുള്ള അപ്രോക്സിമേഷൻ നമുക്ക് നോക്കാം. അറ്റ് ലോവർ ടെമ്പറേച്ചർ CV is equal to 3nk into theta E divided by T the whole square into e raised to minus theta E divided by T. Okay, ഇത് ലോവർ ടെമ്പറേച്ചറിൽ നമ്മൾ ഇക്വേഷൻ അപ്രോക്സിമേറ്റ് ചെയ്യുന്നതാണ്. പല വാല്യൂസും നമ്മൾ നെഗ്ലക്ട് ചെയ്ത് അതിനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, അറ്റ് ലോവർ ടെമ്പറേച്ചർ നമ്മളുടെ വാല്യൂ എന്തിനോട് ഈക്വൽ ആണ്, എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? CV ഈസ് പ്രൊപ്പോർഷണൽ ടു e raised to minus 1 by e raised to minus 1 by t പ്രൊപ്പോർഷണൽ ആണ്. CV ഈസ് ഈക്വൽ ടു e raised to minus 1 by t ക്ക് പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ CV പ്രൊപ്പോർഷണൽ ടു t raised to minus 2. ഓക്കെ, ഈ രണ്ട് വാല്യൂസിനും എന്താണ്? പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കുക. അറ്റ് ലോവർ ടെമ്പറേച്ചർ CV is proportional to t raised to minus 2 and CV is proportional to e raised to minus 1 by t. Okay. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. KB is the Boltzmann's constant. Theta E is equal to h nu by KB in the Einstein's temperature. Einstein's temperatureൽ theta E എന്ന് പറയുന്നത് എന്താണ്? h nu divided by KB ആണ്. theta E എന്ന് പറയുന്നത് എന്താണ്? Einstein's temperature ആണ്. But T is the absolute temperature. Okay. അപ്പൊ ഐൻസ്റ്റീൻസ് മോഡൽ കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിബൈ മോഡലാണ്. ഓക്കെ, ഡിബൈ മോഡൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഡിബൈ മോഡലാണ് എന്ത് പറയുന്നത്? ഫോണോൺ വൈബ്രേഷൻസിനെ കുറിച്ചിട്ട്, ഫോണോൺസ് അല്ലെങ്കിൽ കളക്റ്റീവ് വൈബ്രേഷൻസിനെ കുറിച്ച് പറയുന്നത്. അതായത് നമുക്കിപ്പോ ആറ്റംസ് ഉണ്ട്. ഓക്കെ, ആറ്റംസ് ഉണ്ട്, അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, ഒരു ഇലാസ്റ്റിക് കണക്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവർ പരസ്പരം വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇവർ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഐൻസ്റ്റീൻ തിയറിയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഓരോ ആറ്റംസും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഡിബൈ മോഡലിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിപെൻഡന്റ് ആയിട്ടും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, കൂടെ അവർ കളക്റ്റീവ് ആയിട്ടും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ആറ്റവും സെക്കൻഡ് ആറ്റവും തമ്മിൽ ഒരു വൈബ്രേഷൻ, അവർ രണ്ടുപേരും കൂടെ ഒരു വൈബ്രേഷൻ. സെക്കൻഡ് ആറ്റവും തേർഡ് ആറ്റവും തമ്മിലുള്ള ഒരു വൈബ്രേഷൻ, ഫസ്റ്റും തേർഡും തമ്മിൽ ഒരു വൈബ്രേഷൻ. ഓക്കെ, അങ്ങനെ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ നമുക്ക് എന്തിൽ കാണാൻ സാധിക്കുന്ന പറയുന്നത്? ഡിബൈ മോഡൽ അതിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, phonons and collective vibrations. Debye considered collective vibrations of the atom. Okay, collective vibrations describe ചെയ്യുന്നതാണ് എന്ത്? Debye model എന്ന് പറയുന്നത്. These collective vibrational modes are called phonons. ഇത്തരത്തിലുള്ള കളക്റ്റീവ് വൈബ്രേഷൻ മോഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോണോൺസ് എന്നുള്ളത്. ഓക്കെ, സോളിഡ്സ്, ഫോട്ടോൺസ് അല്ല കേട്ടോ, ഫോണോൺസ് ആണ്. NONS. ഫോണോൺസ് എന്നുള്ളത് എന്താണ്? കളക്റ്റീവ് വൈബ്രേഷൻസ് ഇൻ സോളിഡ് പാർട്ടിക്കിൾസിലുള്ള ആറ്റത്തിന്റെ കളക്റ്റീവ് വൈബ്രേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോണോൺസ് എന്ന് പറയുന്നത്. Phonons are quantized sound waves in lattice and their distribution depends on the frequency and temperature. അപ്പൊ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? ഫ്രീക്വൻസിയെയും ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഡിബൈ മോഡൽ പറയുന്നത് എന്താണ്? ആറ്റംസ് ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല വൈബ്രേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാ വൈബ്രേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ആറ്റം സെക്കൻഡ് ആറ്റം അവർ തമ്മിലൊരു വൈബ്രേഷൻ, സെക്കൻഡും തേർഡും തമ്മിലൊരു വൈബ്രേഷൻ.
അപ്പൊ ഇതില് എന്ത് ചെയ്യുന്നുണ്ട്? ആറ്റംസ് കളക്റ്റീവ് ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് മാത്രമല്ല, അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കളക്റ്റീവ് വൈബ്രേഷൻ കൂടി അവിടെ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള കളക്റ്റീവ് വൈബ്രേഷൻ മോഡ്സിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഫോണോൺസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആറ്റത്തിലുള്ള സോളിഡ് ആറ്റംസിന്റെ കളക്റ്റീവ് വൈബ്രേഷൻസിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫോണോൺസ്. അപ്പൊ അത് ക്വാണ്ടൈസ്ഡ് സൗണ്ട് വേവ്സ് ആണ്. ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനെ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഈ ഡിസ്ട്രിബ്യൂഷനെ ഫ്രീക്വൻസിയും ടെമ്പറേച്ചറിനെയുമാണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അടുത്ത വൈബ്രേഷണൽ സ്പെക്ട്രം. ഇൻ ഡിബൈ മോഡൽ ഡിഫറെന്റ് ആറ്റംസ് ഇൻ ദ സോളിഡ് വൈബ്രേറ്റ് അറ്റ് ഡിഫറെന്റ് ഫ്രീക്വൻസീസ്. അപ്പൊ ഡിഫറെന്റ് ആറ്റംസ് എങ്ങനെയാണ്? ഡിഫറെന്റ് ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഐൻസ്റ്റീൻസ് തിയറിയിൽ പറയുന്ന സെയിം ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഐൻസ്റ്റീൻ തിയറിയിൽ പറയുന്നത് അവർ സെയിം ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഡിബൈ മോഡലിൽ പറയുന്നത് ഡിഫറെന്റ് ആറ്റംസ് സോളിഡിൽ എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? ഡിഫറെന്റ് ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ ഫ്രീക്വൻസി ദ മോഡൽ ഇൻട്രൊഡ്യൂസസ് എ കണ്ടിന്യൂസ് സ്പെക്ട്രം ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ഫ്രീക്വൻസിക്ക് പകരം ഡിബൈ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവിടെ എന്തുണ്ടാവും? ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം ഓഫ് ഫ്രീക്വൻസി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് സ്പെക്ട്രം ഓഫ് ഫ്രീക്വൻസി ആണ് ഡിബൈ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ കളക്റ്റീവ് വൈബ്രേഷൻസ് ആയിരിക്കും. ഇത്തരത്തിലുള്ള വൈബ്രേഷൻ മോഡ്സിനെ നമ്മൾ പറയുന്നതാണ് ഫോണോൺസ് എന്നുള്ളത്. ഫോണോൺസ് എന്താണ്? ക്വാണ്ടൈസ്ഡ് സൗണ്ട് വേവ്സ് ആണ്. ഓക്കെ, ക്വാണ്ടൈസ്ഡ് സൗണ്ട് വേവ്സ് ഇൻ ദ ലാറ്റിസ്. ലാറ്റിസിലുള്ള ക്വാണ്ടൈസ്ഡ് സൗണ്ട് വേവ്സ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഫ്രീക്വൻസിയും ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ആൻഡ് ടെമ്പറേച്ചർ. അതുപോലെ തന്നെ ഇവിടെ ഒരു സിംഗിൾ ഫ്രീക്വൻസിയിലല്ല നമ്മളുടെ ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ഒരു ഡിഫറെന്റ് ഫ്രീക്വൻസിയിലാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം ഓഫ് ഫ്രീക്വൻസി കിട്ടും. ഓക്കെ, ഒരു സിംഗിൾ ഫ്രീക്വൻസിക്ക് പകരം ഈ മോഡലിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം ഓഫ് ഫ്രീക്വൻസി നമുക്ക് കിട്ടും. ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? അടുത്തത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. ഹയർ ടെമ്പറേച്ചറിലും ലോവർ ടെമ്പറേച്ചറിലും എങ്ങനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കാം. At high temperature, the Debye model predicts that the heat capacity approaches to Dulong-Petit law. ഹയർ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് Dulong-Petit ലോയിനോട് ഇക്വലന്റ് ആയിട്ടാണ് ഡിബൈ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് CV is equal to 3 അല്ലെങ്കിൽ 3R എന്നുള്ള കേസാണ് നമുക്ക് വരിക. This means that each atom contribute 3 kb at heat capacity as expected from the classical physics. CV at higher temperature എന്ത് വരും? CV is equal to 3R. Debye-Petit law പ്രകാരം CV is equal to 3R എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ വാല്യൂ. At lower temperature, the heat capacity is proportional to CV is proportional to T cube. Okay, T cube ആണ്, which is an arrangement, which is in agreement with experimental observation. This contrasts with Einstein's exponential decay at lower temperature. Okay, Debye model അനുസരിച്ച് at lower temperature-ലുള്ള specific heat capacity വേരിയേഷൻ എന്ന് പറയുന്നത് T ക്യൂബിന് പ്രൊപ്പോർഷണൽ ആണ്. ഐൻസ്റ്റീനിൽ എങ്ങനെയായിരുന്നു? ഐൻസ്റ്റീൻസ് തിയറിയിൽ എങ്ങനെയായിരുന്നു? e⁻⁻⁻T എന്നുള്ള രീതിയിലായിരുന്നു. അതായത് ഒരു എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് T⁻3 എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്ത് വരുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ വാല്യൂ വരുന്നത്. വേരിയേഷൻ, ആ വാല്യൂ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇത് നമ്മളുടെ ഫിഗർ ആണ്. ഈ ഫിഗറിൽ ഈ റെഡ് കളറിൽ വരുന്നത് എന്താണ്? Dulong-Petit law ആണ്. Dulong-Petit law where CV is equal to 3R എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ഗ്രീൻ ഡോട്ടിൽ വരുന്നതാണ് നമ്മളുടെ നോർമൽ എക്സ്പെരിമെന്റൽ വാല്യൂ അഥവാ ഡിബൈ മോഡൽ വരുന്നത് കേട്ടോ. ഡിബൈ മോഡൽ വരുന്നത് ആൻഡ് ഈ ബ്ലൂ ഡോട്ടിൽ വരുന്നതാണ് എന്ത്? ഐൻസ്റ്റീൻസ് തിയറിയിൽ വരുന്നത്.
ഓക്കെ. ഇപ്പൊ ഐൻസ്റ്റീൻസ് തിയറിയിൽ ഉള്ള വാല്യൂ അവിടെ നമുക്ക് എക്സ്പോണൻഷ്യൽ ഡിക്രീസ് കാണിക്കുന്നുണ്ട്. പക്ഷെ എക്സ്പെരിമെന്റൽ വാല്യൂവിൽ നിന്ന് ഒരല്പം കുറവായിട്ടാണ് എന്ത് വരുന്നത്? എക്സ്പെരിമെന്റൽ വാല്യൂവിൽ നിന്ന് അല്പം കുറവായിട്ടാണ് ഐൻസ്റ്റീൻസ് തിയറിയിലുള്ള സിവിയുടെ വേരിയേഷൻ വരുന്നത്. അപ്പോൾ നോർമലി ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള വാല്യൂ വരുന്നത് എക്സ്പെരിമെന്റൽ വാല്യൂ, ഡിബൈ തിയറിയുടെ വാല്യൂ. അപ്പൊ ഡിബൈ തിയറിയിൽ പറയുന്നുണ്ട് ഐൻസ്റ്റീൻസ് തിയറിയിൽ എടുത്ത, അതായത് ഓരോ സിംഗിൾ ആറ്റംസും ഇൻഡിപെൻഡന്റ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഐൻസ്റ്റീൻസ് തിയറിയുടെ പ്രോപ്പർ എക്സ്പെരിമെന്റൽ വാല്യൂ കിട്ടാതെ പോയത്. ഓക്കെ. പ്രോപ്പർ എക്സ്പെരിമെന്റൽ വാല്യൂയിൽ നിന്ന് ഒരു ഡിക്രീസ് വരാനുള്ള ഒരു കാരണം അവിടെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് എടുത്തത്? ഓരോ സിംഗിൾ ആറ്റംസും ഇൻഡിപെൻഡന്റ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് എടുത്തത്. അത് ശരിയല്ല. ഓരോ ആറ്റംസിനും എന്തുണ്ട്? ഒരു സ്പെക്ട്രം ഓഫ് ഫ്രീക്വൻസീസ് എമിറ്റ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ഓരോ ആറ്റംസും, ഡിഫറെന്റ് ആറ്റംസ് വൈബ്രേറ്റ് അറ്റ് ഡിഫറെന്റ് ഫ്രീക്വൻസീസ്. അപ്പൊ നമുക്കൊരു സ്പെക്ട്രം ഓഫ് ഫ്രീക്വൻസീസ് നമുക്ക് അതൊന്ന് എടുക്കാൻ പറ്റും, നമുക്ക് കിട്ടും. ഓക്കെ. സോ ഡിബൈ തിയറി ആണ് ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ വേരിയേഷൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. At low temperature, the Debye model provides a much more accurate description of the heat capacity. Einstein's model predicted that heat capacity would drop out exponentially, while Debye model correctly predicted the dependence at low temperature. ഇവിടെ ലോവർ ടെമ്പറേച്ചറിൽ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മളുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ വാല്യൂ ഡിസ്ക്രൈബ് ചെയ്തത് ആരാണ്? ഡിബൈ മോഡലാണ് കേട്ടോ. ഡിബൈ മോഡലാണ്. At high temperature, both model converges to Dulong-Petit law. Higher temperature എത്തുന്ന സമയത്ത് ക്വാണ്ടം ഇഫക്ട്സ് എല്ലാം വിട്ട് രണ്ട് ലോയും എന്തിലേക്ക്? ക്ലാസിക്കൽ തിയറിയിലേക്ക് അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുന്നു നമുക്ക് പറയാം. Dulong-Petit ലോയിനോട് ഈക്വലന്റ് ആയിട്ട് വരുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ. ലോവർ ടെമ്പറേച്ചറിലാണ് എന്തുള്ളത്? നമുക്ക് ക്വാണ്ടം എഫക്ട്സ് ഒക്കെ ഉള്ളത്. ഓക്കെ. ഇത്രയാണ് നമ്മളെ ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.